നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ വയനാട് ഇന്ന് വലിയൊരു ഭീതിയുടെ നിഴലിലാണ്. നമ്മളുടെ സഹജീവികളിൽ പലരും നമ്മളുടെ ഒപ്പം ഇപ്പോൾ ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. ഏകദേശം 200-ലധികം ആളുകൾ നമ്മളെ വിട്ട് പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പ്രകൃതി ദുരന്തം, അത് അവർ കാര്യമായ ഒരു നല്ല ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ ഇടയിലേക്ക് ചോദിക്കാതെ കടന്നെത്തുകയായിരുന്നു ആ ഒരു പ്രളയം. കുത്തിയൊലിച്ചെത്തിയ ജലത്തിലും മണ്ണിലും പാറകൾക്കിടയിലും അവരുടെ ജീവിതം അവർക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു. അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. സത്യത്തിൽ കേരളത്തിൻ്റെ ഈ ഒരു ദുരന്തം കേന്ദ്രം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കേന്ദ്രം സത്യത്തിൽ ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്ന് ആരെങ്കിലും വാദിച്ചാലും ആരോപിച്ചാലും അതിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. നമുക്കറിയാം, ഇപ്പം കഴിഞ്ഞ ദിവസം ഇപ്പോൾ KN ബാലഗോപാൽ എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാന ധനവകുപ്പ് മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തെയാണ് നാം നേരിടുന്നത്. വയനാട്ടിൽ നമ്മുടെ സഹോദരങ്ങൾ എത്ര പേർ മരിച്ചു എന്ന് നമുക്കിനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഉറ്റവരെയും ഉടയവരെയും വീടും ഭൂമിയുമെല്ലാം നഷ്ടമായ നമ്മുടെ സഹോദരങ്ങളുടെ കരച്ചിലിന് മുന്നിൽ നാം മരവിച്ച് നിൽക്കുകയാണ്. സത്യസന്ധമായൊരവസ്ഥയാണിത്. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നോ എന്താണ് ഇതിന് പറയേണ്ടതെന്നോ അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഈ ഒരു സംഭവം പ്രതിപക്ഷത്തെ MP-മാർ രാജ്യസഭയിലും ഈ വിഷയം ഉയർത്തിയിരുന്നു. അതായത് ഇത് ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും നിരാശാജനകമായ ചില കാര്യങ്ങൾ. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ MP-മാർ ജോൺ ബ്രിട്ടാസ്, A. റഹീം, സന്തോഷ് കുമാർ, V. ശിവദാസൻ, ജോസ് കെ മാണി, അതോടൊപ്പം PV അബ്ദുൽ വഹാബ്, ജബി മേത്തർ തുടങ്ങിയ കേരളത്തിൽ നിന്നുള്ള എല്ലാ MP-മാരും ഇവരുടെ രാഷ്ട്രീയത്തെ എല്ലാം മറന്നുകൊണ്ട് അവർ കാര്യക്ഷമമായി ഇക്കാര്യത്തിൽ അവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. വലിയ കാര്യമായി അതിൻ്റെ ഒരു അവിടെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇവർ വിഷയത്തെ ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്തു. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ നടത്തിയ ചില പ്രസ്താവനകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്, അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നതാണ്. കേരളം പരാജയപ്പെട്ടു. അവിടെ നിന്ന് ആൾക്കാരെ ഒഴിപ്പിക്കുന്നതിനും അവിടെ നിന്ന് ആൾക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനും ഒക്കെ കേരളത്തിലെ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു വലിയ വിഷയം അവിടെ ഇത്രയും പേരുടെ ജീവൻ എടുത്തത് എന്നാണ് അദ്ദേഹം ഉയർത്തുന്ന ആരോപണം. സത്യത്തിൽ നമ്മൾ നോക്കേണ്ടത് ഇവിടെ അപര്യാപ്തത എന്ന് പറയുന്ന ഒരു കാര്യം വളരെ കാര്യമായിട്ടുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിന് കൃത്യമായ ഒരു സംവിധാനങ്ങളുണ്ട്. അതായത് നമ്മുടെ കാലാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും എവിടെ ലാൻഡ് സ്ലൈഡിങ് നടക്കും, അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് ഇത്ര നാളിന് മുമ്പ് നടക്കും, അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ട്, അതിനുള്ള ഒരു മഴ എത്ര പെയ്യും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നിശ്ചയമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു കണക്ക് തരുന്ന തരത്തിൽ നമ്മുടെ സംവിധാനങ്ങൾ വളർന്നിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള കണക്കുകൾ നൽകുന്നതിൽ നമ്മുടെ സംവിധാനങ്ങൾ പര്യാപ്തമാണോ? സത്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി നമുക്ക് എടുത്തു നോക്കാം. അവിടെ ലാൻഡ് സ്ലൈഡ് വാർണിംഗ് സംവിധാനം, അതായത് ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപിച്ച ഒന്നാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഈ ഒരു സംവിധാനം അവിടെ വയനാട്ടിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അതിന്റെ രേഖാചിത്രം ഉൾപ്പെടെ എടുത്തുയർത്തി കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. കാര്യം നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ വയനാട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഈ ലാൻഡ് സ്ലൈഡ് വാർണിംഗ് സംവിധാനം അന്ന്, അതായത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ആ സമയത്ത് കാണിച്ചിരുന്നത് ഗ്രീൻ സിഗ്നൽ ആയിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ തിരിച്ചറിയാൻ നല്ലൊരു സംവിധാനം പോലും നമ്മുടെ രാജ്യത്തില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളിൽ ഒരാളായ അർജുൻ പെട്ടുപോയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പോലും അവിടെ പുഴയിൽ ഗംഗാവാലി നദിയിലുള്ള നമ്മുടെ അർജുൻ ഉണ്ട് എന്ന് പറയുന്നു, ഇല്ല എന്ന് പറയുന്നു. അർജുന്റെ വാഹനം കണ്ടെത്തിയെന്ന് ഇല്ലെന്നും പറയുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മുടെ ഒരു രക്ഷാപ്രവർത്തനത്തിന് പോലും മതിയായ സൗകര്യങ്ങൾ നമ്മുടെ ഇന്ത്യക്ക് ഇല്ല എന്നാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം കാര്യം. ഇനിയിപ്പോ ഈ എങ്ങനെയാണ് ഇതിന്റെ സംവിധാനം എന്നുള്ളത് നോക്കാം. അതായത് ജൂലൈ 23 മുതൽ 26 വരെയുള്ള സമയത്ത് 20 സെന്റിമീറ്റർ മഴയാണ് വയനാട് മേഖലയിൽ പെയ്യും എന്ന്
കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. അമിത്ഷാ പറഞ്ഞല്ലോ, ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു, എന്നിട്ടും സംസ്ഥാന സർക്കാർ അതിനെ അവഗണിക്കുകയായിരുന്നു. എന്താണ് എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. അതിന്റെ രാഷ്ട്രീയ വശം വേറെയുണ്ട്. അതായത് ജൂലൈ 23 മുതൽ 26 വരെ അവിടെ 20 സെന്റിമീറ്റർ മഴ ലഭിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷം ബാക്കിയുള്ള ദിവസങ്ങളിൽ അത് 12 സെന്റിമീറ്റർ മഴ എന്നുള്ള നിലയിലേക്ക് കുറയും എന്നാണ് പറഞ്ഞത്. ഇത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അവിടുത്തെ സംവിധാനത്തിന്റെ കാര്യമാണ് പറയുന്നത്. ജൂലൈ മാസം 30-ാം തീയതി അവിടെ പെയ്യാൻ സാധ്യതയുള്ളത് 20 സെന്റിമീറ്റർ മഴയാണ്. 20 സെന്റിമീറ്ററോ അതിന് മുകളിലോ പെയ്യുകയാണെങ്കിലാണ് മേഘവിസ്ഫോടനം എന്നുള്ള കണക്കിലേക്ക് ഉൾക്കൊള്ളിക്കും. അപ്പൊ 20 സെന്റിമീറ്റർ മഴയാണ് അവിടെ പെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരിടത്ത് പോലും അവിടെ ഒരു ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഇതിന്റെ അർത്ഥം ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടോ എന്ന് അവിടെ നടക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ലാൻഡ് സ്ലൈഡ് വാർണിംഗ് സംവിധാനം വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നാണ്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് വയനാട് മേഖലയിൽ അല്ലെങ്കിൽ ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് ഓറഞ്ച് സിഗ്നൽ ആയിരുന്നു, അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ട് ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ എവിടെയാണ്, എങ്ങനെയാണ് സംവിധാനം നമ്മുടെ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം, അല്ലെ? അതോടൊപ്പം തന്നെ ഇവിടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു 9 NDRF സംഘങ്ങളെയാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. പക്ഷേ ഒരെണ്ണം മാത്രമാണ് നമുക്ക്, ഒരു സംഘത്തെ മാത്രമാണ് നമുക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി നമുക്ക് നൽകിയത്. ഇനിയിപ്പം ഈ ഓറഞ്ച് അലർട്ടിൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് പെയ്യാൻ സാധ്യതയുള്ളത് 115-നും 124 മില്ലിമീറ്ററിനും ഇടയിൽ മാത്രമേ മഴ ലഭിക്കൂ എന്നാണ് നമ്മുടെ സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വയനാട്ടിലെ ക്ലൈമറ്റ് പ്രവചനം എന്ന് പറഞ്ഞാൽ, കാലാവസ്ഥാ പ്രവചനം എന്ന് പറഞ്ഞാൽ, അതായത് 115 മില്ലിമീറ്ററിനും 204 മില്ലിമീറ്ററിനും ഇടയിൽ മാത്രമേ ഈ പറയുന്ന ഭാഗങ്ങളിൽ മഴ ലഭിക്കൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന 572 മില്ലിമീറ്റർ മഴയാണ് അവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പം ഇവർ പറഞ്ഞ കണക്കും, അതായത് നമുക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തന്നെ മുന്നറിയിപ്പിൽ നൽകിയിരുന്ന കണക്കും അക്ഷരാർത്ഥത്തിൽ അവിടെ പെയ്ത കണക്കും തമ്മിൽ 300 മില്ലിമീറ്ററിന്റെ വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് സത്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഈ കാലാവസ്ഥാ പ്രവചനം നടന്നു പോകുന്നത്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും ഇവരെ കളിയാക്കി പറയാറുണ്ടായിരുന്നു. അത് യാഥാർത്ഥ്യമാണ്. സത്യത്തിൽ അങ്ങനെ ചില സംഭവങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനമുണ്ട്. ഈ പ്രൈവറ്റ് സ്ഥാപനം ഇതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിരുന്നു. അവരൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇവിടെ വലിയൊരു മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്, ഉരുൾപൊട്ടലിനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. കാര്യം അതൊരു പരിസ്ഥിതി ലോല പ്രദേശമാണ്. അപ്പം നമുക്കറിയാം, വയനാട് ജില്ലയിലെ ഒരു മെഡിക്കൽ കോളേജിന് തറക്കല്ലിടാൻ പോലും കഴിയാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് പണിയാൻ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ സ്ഥലം കണ്ടെത്തിയെങ്കിലും അവിടെ സർവേ ഒക്കെ നടത്തി വന്നപ്പോൾ ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തന്നെ പറഞ്ഞു അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല, കാരണം അത് പരിസ്ഥിതി ലോല പ്രദേശമാണ്. അപ്പം വയനാട് എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണെന്ന് നമുക്കറിയാം. അപ്പൊ അവിടെ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് എന്നുള്ള വിവരം, അതായത് ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി നൽകിയിരുന്നു, അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ മുന്നറിയിപ്പിന്റെ ഭാഗമായി പരമാവധി ആളുകളെ അവിടുന്ന് ഒഴിപ്പിക്കാനും കഴിഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഏകദേശം 3500 പേരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു എന്നാണ് പറയുന്നത്. അല്ലായിരുന്നെങ്കിൽ, ഇത്രയും ആൾക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഏറെക്കുറെ നമ്മുടെ ദുരന്തത്തിന്റെ ആഘാതം ഇതിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനുമൊക്കെ അപ്പുറത്തേക്ക് എത്തിയേനെ. അത് മറ്റൊരു കാര്യം. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ സംവിധാനങ്ങളൊന്നും ഫലപ്രദമായി പ്രവർത്തിച്ചിട്ടില്ല. സംവിധാനങ്ങൾ ഫലപ്രദമായി പ്രവർത്തിക്കാത്തതിന്റെ പരിണിത ഫലമാണ് നമ്മളുടെ സഹജീവികളെ നമുക്ക് നഷ്ടമായത്. അത് ഒരു പ്രദേശം തന്നെ ഏകദേശം 205 മീറ്ററിലധികം പ്രദേശം ആണ് നമുക്ക് നഷ്ടമായത്. പിന്നെ മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യം വളരെയധികം, അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം 3500 പേരെ ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചു എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും സത്യത്തിൽ മുഖ്യമന്ത്രി അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പറയുന്ന മുന്നറിയിപ്പ് ലഭിച്ച പ്രദേശം, അതായത് പ്രഭവസ്ഥാനം എന്ന് പറയുന്ന പ്രദേശത്തിൽ നിന്നും ഏകദേശം 6-7 കിലോമീറ്റർ ദൂരെയാണ് ഈ പറയുന്ന ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നിരവധി നമ്മുടെ, അതായത് ഈ രീതിയിൽ ലാൻഡ് സ്ലൈഡിംഗ് അടക്കമുള്ള മനുഷ്യന് ഭീഷണിയാകുന്ന
പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനോ അതിനെക്കുറിച്ച് വ്യക്തമായ പഠനം നടത്തുന്നതിനോ നമ്മുടെ സർക്കാരിന് വ്യക്തമായ ഒരു മാർഗരേഖയില്ല, അല്ലെങ്കിൽ വ്യക്തമായ ഒരു സംവിധാനമില്ല, കാര്യക്ഷമമായ ഒരു സംവിധാനമില്ല. നമുക്കറിയാം, ഇന്നും റെയിൽവേ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഉണ്ടായ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സിഗ്നലിംഗ് സംവിധാനം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിനൊന്നും ഒരു മാറ്റം കൊണ്ടുവന്നിട്ടില്ല, ഒരു അപ്ഡേഷൻസ് എവിടെയും വന്നതായി നമുക്ക് അറിയില്ല. അതുപോലെ തന്നെയാണ് ഈ കാലാവസ്ഥാ പ്രവചനം. പണ്ട് ആകാശത്ത് നോക്കിയിരുന്നുകൊണ്ട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അപ്പം സംസ്ഥാന സർക്കാരിനെ അങ്ങ് അഡമന്റായിട്ട് കുറ്റം പറയുന്ന രീതിയിലാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനകൾ. എന്നിട്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ മുന്നറിയിപ്പൊന്നും നൽകില്ല, ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പൊന്നും നൽകിയിരുന്നില്ല എന്നൊക്കെ പിന്നീട് വ്യക്തമായി അദ്ദേഹം തന്നെ പത്രക്കുറിപ്പിൽ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പത്രക്കുറിപ്പിൽ ഇത് പറയുകയൊക്കെ ചെയ്തു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായ ഒരു ഉത്തരം തരാൻ ഇതുവരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കഴിഞ്ഞിട്ടില്ല. അതിന് പകരം ചെയ്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയുക. അവിടെയും ഈ പറയുന്ന പോലെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അമിത്ഷാ നടത്തുന്നത്. അതായത് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞുകൊണ്ട്, മുഖ്യമന്ത്രി ചെയ്യുന്ന പ്രവൃത്തികൾ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളും അതിലൂടെ വോട്ട് നേട്ടം ഉണ്ടാക്കാനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അവിടെ നിന്നൊരു നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്, വോട്ടിന്റെ നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ 2018 ഇതുപോലെ ഒരു നമ്മൾ അനുഭവിച്ച ഒരു പ്രളയം ഉണ്ടായിട്ടുണ്ട് അല്ലെ. അന്ന് നമുക്ക് നിരവധി ആളുകളെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അന്നെല്ലാം നമ്മൾ തിരിച്ചു വന്നത് 2018 ആ ഒരു നാശത്തിന് ശേഷം, ആ ഒരു കെട്ടകാലത്തിൽ നിന്ന് നമ്മൾ മടങ്ങിയെത്തിയത് നമ്മളുടെ ഒരു നിശ്ചയദാർഢ്യം കൊണ്ടാണ്, നമ്മൾ കേരളക്കാരാണ് എന്നുള്ളൊരു ബോധം കൊണ്ടാണ്. അവിടെ നമ്മൾ രാഷ്ട്രീയം മറന്നു, അവിടെ നമ്മൾ വർഗീയത മറന്നു, നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മൾ കേരളക്കാരാണ് എന്ന ഒരു മനസ്സോടുകൂടി നിന്ന് പ്രവർത്തിച്ചതിന്റെ, ഉത്സാഹിച്ചതിന്റെ ഫലമാണ് നമുക്ക് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായത്. നമ്മുടെ കിഴക്കൻ മേഖലയിലെ ഒരു വലിയ വിഭാഗം പ്രദേശങ്ങൾ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെയെല്ലാം നമ്മൾ റീബിൽഡ് ചെയ്തെടുത്തു, നമ്മൾ വീണ്ടും അതിനെ മുന്നോട്ട് കൊണ്ടുവന്നു, അല്ലെങ്കിൽ അതിനെ ഉയർത്തിയെടുത്തു. ഇതിനെല്ലാം കഴിഞ്ഞത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നതിന്റെ ഫലമാണ്. അവിടെയാണ് ഇപ്പോൾ ഇദ്ദേഹം വിഷം കലക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, 2018 ഇത്രയേറെ നാശനഷ്ടം ഉണ്ടായ ഈ ഒരു പ്രദേശത്ത് ഒരു പ്രളയ ദുരിതാശ്വാസം എന്നുള്ള നിലയ്ക്ക് പോലും ഇത്തവണത്തെ ബഡ്ജറ്റിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല. കേരളത്തിന് 1 രൂപ പോലും അതിന്റെ പേരിൽ മാറ്റിവെച്ചിട്ടില്ല. അപ്പം വീണ്ടും നമ്മളൊരു ദുരിതത്തെ, അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട ഒരു കാലത്തെ നമ്മൾ നേരിടുകയാണ്. ഈ സമയത്ത് പോലും അവിടെ കേന്ദ്രത്തിൽ നിന്ന് യാതൊരു സഹായവും നമുക്ക് ലഭിക്കുന്നില്ല. കെ സി വേണുഗോപാൽ പറഞ്ഞിരുന്നു, നമ്മൾ ഈ സമയം രക്ഷാപ്രവർത്തനത്തിന്റെ സമയമാണ്, അല്ലാതെ നമ്മൾ ഈ സമയത്ത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തമ്മിലടിക്കുകയല്ല വേണ്ടത്. നമ്മൾ ഒറ്റക്കെട്ടായി നമ്മൾ നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തേണ്ട സമയമാണ് ഇതിനെ ഒന്നും രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് കെ സി വേണുഗോപാൽ സഭയിൽ ഉച്ചത്തിൽ പറയുകയുണ്ടായി. അല്ല, ഇതാണ് നമുക്കും പറയാനുള്ളത്. നിങ്ങൾ കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ, സംസ്ഥാന സർക്കാർ ഇവിടെയുണ്ട്, രണ്ടും ഭരിക്കുന്നത് 2 രാഷ്ട്രീയ കക്ഷികളായിക്കോട്ടെ, പക്ഷെ ഒരു ഫെഡറൽ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. ആ ഫെഡറൽ സംവിധാനം അനുസരിച്ച് ഒരു കേന്ദ്രം സംസ്ഥാനത്തോട് കാട്ടേണ്ട മിനിമം മര്യാദയെങ്കിലും കാണിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം. ഇവിടെ കുറച്ച് ആളുകൾ, ഇവിടെ കഴിഞ്ഞ ദിവസം CMDRFലേക്ക് പണം നൽകണം, അല്ലെങ്കിൽ നിങ്ങളുടേതായ സഹായം എന്തെങ്കിലുമൊക്കെ എത്തിച്ചു നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു ഇതൊക്കെ കാട്ടുകയുണ്ടായി, നമ്മളൊരു അക്കൗണ്ട് ഒക്കെ പുറത്തു വിടുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഒരു കുറേയധികം ശക്തികൾ പറഞ്ഞു വരുത്തിക്കൊണ്ടിരുന്നത് ഒരു പൈസ പോലും കൊടുക്കരുത്, നേരിട്ട് കൊണ്ട് കൊടുത്താലും CMDRFലേക്ക് പണം കൊടുക്കരുത്. ശരി, ഈ നേരിട്ട് കൊണ്ട് കൊടുക്കുന്നവർ നിങ്ങൾ ആരുടെ കയ്യിൽ കൊടുക്കും? ആരുടെ കയ്യിലാണ് നിങ്ങൾ കൊടുക്കുക? അവർക്ക് വേണ്ട വീടും ബാക്കിയുള്ള സംവിധാനങ്ങളും ആരാണ് ഒരുക്കി കൊടുക്കുക? നിങ്ങൾ കൊണ്ടുവന്ന് ചെയ്തു കൊടുക്കൂ. ഇതൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ ഒരു സംവിധാനം ഈ സംസ്ഥാനത്ത് വേണം. ആ വീട് നിർമ്മിച്ചു നൽകാനും, അവർക്ക് വസ്തുക്കൾ ഏറ്റെടുത്ത് കൊടുക്കാനും, അതിനവർക്ക് പട്ടയം നൽകാനും, അതിനുവേണ്ട സംവിധാനങ്ങൾ കൊടുക്കാനും, അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും, അവർക്ക് നഷ്ടപ്പെട്ടതിനെല്ലാം ഒരു നഷ്ടപരിഹാരം കൊടുക്കാനും ഒക്കെ ഇവിടെ ഒരു സംവിധാനം ഉണ്ടാകണം. ആ സംവിധാനത്തെ സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മുടെ ഇവിടെ സർക്കാരുള്ളത്. നിങ്ങളെല്ലാം തോന്നുന്ന പോലെ സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ, തോന്നുന്ന പോലെ ഞങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാർ കൊടുക്കും, ഞങ്ങൾ നേരിട്ട് കൊണ്ട് കൊടുത്തോളാം, ഇതൊക്കെ ഒരു വിദണ്ഡവാദങ്ങളായിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ. എന്ത് വന്നാലും സർക്കാരിലേക്ക് ഒരു പണം കിട്ടരുത്, സംസ്ഥാന സർക്കാരിന് ഇതിനു വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു വൃത്തികെട്ട സമീപനമാണ് ഇപ്പോൾ ചില രാഷ്ട്രീയക്കാർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു അജണ്ട എങ്ങനെയാണ്? CMDRFലേക്ക് 1 രൂപ പോലും സംഭാവന ചെയ്യരുത്,
എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇവിടെയുള്ള ഒരു വിഭാഗം രാഷ്ട്രീയ പ്രവർത്തകർ. ഇതൊക്കെയാണോ കേരളത്തിന് ചേരുന്നത്? നമ്മൾ ഈ സമയത്ത് കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കുകയല്ലേ വേണ്ടത്? എറണാകുളംകാരനായ തിരുവോര കച്ചവടക്കാരനായ നൌഷാദ് ഇപ്പോഴും ഇത്തവണയും 2024 അദ്ദേഹത്തിന്റെ കൊച്ചു കടയിൽ നിന്ന് സാധനങ്ങൾ, വസ്ത്രങ്ങൾ കെട്ടിപ്പെറുക്കിക്കൊണ്ടു പോവുകയാണ്. അതാണ് മനസ്സെന്ന് പറഞ്ഞാൽ. അവിടെയാണ് മനുഷ്യനുള്ളത്, അവരിലാണ് മനുഷ്യനുള്ളത്. കഴിഞ്ഞ ദിവസം ഒരാൾ കുറിച്ചിരിക്കുന്നുണ്ട്, തൻ്റെ അതായത് കുഞ്ഞുമക്കൾ ഉണ്ടെങ്കിൽ, അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുമക്കൾ ഉണ്ടെങ്കിൽ എൻ്റെ ഭാര്യ തയ്യാറാണ് അവർക്ക് മുലപ്പാൽ നൽകുവാൻ എന്ന് ഒരാൾ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ തോന്നുന്നു ഇത് മനുഷ്യന്റെ നന്മയാണ്, ഇത് കേരളക്കാർക്ക് മാത്രം തോന്നുന്ന ചില നന്മകളാണ്. ആ കുഞ്ഞുങ്ങളെ മുലയൂട്ടുവാൻ ആ ഒരു അമ്മ തയ്യാറാണ് എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ യൂസഫ് അലിയെ പോലെയും വിക്രമിനെ പോലെയും അങ്ങനെ നിരവധി പേർ CMDRFലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. അതും കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ അങ്ങനെ സംഭാവന ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു നാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട് അഭയകേന്ദ്രങ്ങളിൽ പോയി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയാണ് എന്ന് ഓർക്കണം. അങ്ങനെ പലരും ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന പലരും ഈ രീതിയിൽ ഓരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാറി നിൽക്കുന്നു. അവര് പറയുന്നു ഞങ്ങൾ നേരിട്ട് അയച്ചോളാം. ഇതാണ് സത്യത്തിൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കേരളത്തിന്റെ സർക്കാരിനെ എങ്ങനെയെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയ ലാഭം നേടണം എന്ന് കരുതുന്ന ഒരു കേന്ദ്ര സർക്കാരും പരാജയപ്പെട്ട സംവിധാനങ്ങളെ കുറിച്ചൊന്നും അവർക്ക് മിണ്ടാട്ടമില്ല. പ്രൈവറ്റായിട്ട് അവിടെ കൊണ്ടുവച്ച സാധനങ്ങൾക്ക് മാത്രമാണ് അവിടെ ആകെ പ്രയോജനം കിട്ടിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂം സെന്റർ ഫോർ ഇക്കോളജി അവർ സ്ഥാപിച്ച മാവിനികളിൽ മാത്രമാണ് കൃത്യമായ കണക്കുകൾ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന് ഇങ്ങനെ ഒരു സംവിധാനം ഇല്ലാതെ പോയത്? അതൊന്നും ചെയ്യാതെയാണ് ഇപ്പോ ഈ സംസ്ഥാനങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് കേന്ദ്രം വരുന്നത്. സത്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് പുച്ഛം മാത്രമാണ് തോന്നുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.